ഉത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീഡിയക്കാർ വന്നിട്ട് ആദർശിനെയും നയനയെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബജീവിതത്തെ അത് ബാധിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇതെന്തൊരു ചോദ്യമാണ്, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുമോ, നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് ആ കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വിവാദം അവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ മറുപടി കൊടുക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം, എന്താ നിങ്ങൾക്കറിയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത്രയും സമൂഹങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയ തറവാട്, വലിയ നിലയും വിലയുമുള്ള ഒരു തറവാടാണ് അനന്തപുരി തറവാട്. ആ തറവാടിനെതിരെ ഇപ്പോൾ ഒരു വിവാദ വാർത്ത വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കൊച്ചുമോന് ഒരു പെൺകുട്ടിയെ ചതിച്ചു എന്നും അതിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളതും അതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചുമകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ താല്പര്യവുമില്ല. അത് പരസ്യം തന്ന മഞ്ഞ ചാനലുകൾ അവരോട് പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ മഞ്ഞ ചാനലാണല്ലോ ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്, അതിൽ പോയി ചോദിച്ചാൽ മതി, തന്നവരോട് ചോദിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മേലാൽ ഇത്തരം ചോദ്യങ്ങളുമായി ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്, വന്നാൽ എൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമക്കളെ എനിക്ക് അറിയാം, അവരെന്തൊക്കെ ചെയ്യാതിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചാനലുകാർ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായാലും നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ, കാരണം നിങ്ങൾ അത്രയ്ക്കും ഒരു വലിയ ബിസിനസ് രംഗത്ത് നിലകൊള്ളുന്ന ആളുകളല്ലേ, അതിനെക്കൊണ്ട് ജനങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എന്തായാലും പ്രതീക്ഷിക്കും, അതിനുള്ള മറുപടി ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്, മേലാൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മുറ്റത്തേക്ക് ഇനി വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടിയിറക്കി വിടുകയാണ് മുത്തശ്ശൻ. അങ്ങനെ വന്ന ചാനലുകാരൊക്കെ തലയും താഴ്ത്തിയും മുട്ടും കുത്തി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അജയൻ പറയുന്നുണ്ട്, ചാനലുകാരെ പിണക്കി വിടേണ്ടായിരുന്നു അച്ഛ എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ച് പറയണോ, എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കണോ എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ ചൂടായി ചോദിക്കുകയാണ്. അതേസമയം ഇതൊക്കെ കണ്ടിട്ട് ജലജ ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നേരെ അബിയുടെ അടുത്ത് വന്നിട്ട്, നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ, പുറത്ത് നടക്കുന്ന പുകിലൊന്നും നീ കാണുന്നില്ലേ, നീ വന്നിട്ട് നിനക്ക് സത്യങ്ങളെല്ലാം തുറന്ന് പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്, അത് നമ്മളെന്തായാലും ആ സത്യം തുറന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും, എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ടാണ് കളിക്കേണ്ടത്, അതും പിന്നിൽ നിന്ന് കളിച്ചാൽ മതി, കളത്തിൽ ഇറങ്ങിയിട്ട് ഒരിക്കലും കളിക്കരുത്, അനാമികയെ മുൻനിർത്തി വേണം നമ്മൾ കളിക്കാൻ, നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ആരും അറിയരുത്, അനാമിക ഇപ്പോൾ നമുക്കൊരു പിടിവള്ളിയാണ് എന്നൊക്കെ പറയുകയാണ് അബി. അങ്ങനെ പിന്നീട് നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദുവിനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചിദാനന്ദൻ പുതിയ CI ആയിട്ട് വന്നിട്ടുള്ള സച്ചിദാനന്ദൻ ഓരോന്ന് ചെയ്ത് കൂട്ടുകയാണ്. ഗുണ്ടകളെ അടിച്ചൊതുക്കാനും ഒക്കെ നോക്കുന്ന സമയത്ത് ഗുണ്ടകളുടെ അടുത്ത് നിന്ന് നല്ല തല്ല് തിരിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നന്ദു കൈകാര്യം ചെയ്തിട്ടാണ് അവരിൽ നിന്നും സച്ചിദാനന്ദനെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ പിന്നീട് അവർ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം സച്ചിദാനന്ദൻ നന്ദുവിനെ കുറിച്ച് തന്നെ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നന്ദുവിനെ ക്യാബിനിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ പേപ്പറിൻ്റെ തുണ്ടുകൾ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ ഓരോ സ്റ്റേഷനിൽ നിന്ന സമയത്ത് എനിക്ക് കിട്ടിയ പ്രേമലേഖനങ്ങളാണ്, എന്നോട് ആരാധന മൂത്തിട്ട് ഓരോ പെൺകുട്ടികൾ തന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും നന്ദുവിന് എന്നോട് പറയാനുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ, വിളിക്കുന്ന സമയത്ത് വരണേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിന് ഏകദേശം ഓടുന്നുണ്ട് ഒരു ഞരമ്പ് രോഗിയാണ് എന്നുള്ളത്. അങ്ങനെ നന്ദു പോയി കഴിഞ്ഞ സമയത്ത് സച്ചിദാനന്ദൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഉടനെ തന്നെ ഒരു ട്രാൻസ്ഫർ കിട്ടും, ആ ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടുന്ന് പോകേണ്ടത്, കൂടെ നന്ദുവിനെയും പോകണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് സച്ചിദാനന്ദൻ.